എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. തേങ്ങയും ശർക്കരയും പിന്നെ 1-2 ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുറഞ്ഞ ചേരുവകൾ മതി, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ തേങ്ങയാണ്. 2.5 കപ്പ് അളവിൽ തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതായത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തേങ്ങ പുളിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ 2.5 കപ്പ് അളവിൽ തേങ്ങ ഞാൻ ഈ ഒരു മിക്സർ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ടോട്ടൽ നമുക്കിതിലേക്ക് ഒരു 2-2.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ ആ ഒരു മുഴുവൻ വെള്ളം ഇപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റി ആ ഒരു തേങ്ങാപ്പാൽ ഫുള്ള് നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അമർത്തി പിഴിഞ്ഞിട്ട് ആ ഒരു തേങ്ങാപ്പാൽ ഫുള്ള് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നമുക്ക് ഒന്നും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 2.25 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടിച്ചെടുത്തതും ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് അമർത്തി ആ ഒരു തേങ്ങാപ്പാൽ ഫുള്ളും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങളൊന്ന് അളന്ന് കാണിച്ചു തരാം. 250 ml ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. 2.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തൊന്ന് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ശർക്കരയാണ്. 1/2 കപ്പ് അളവിൽ ശർക്കരയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അധികം ഈ ഒരു കളർ ഇല്ലാത്ത ഒരു ശർക്കരയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ടുള്ള ശർക്കര വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കരടുകളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഈ ഒരു രീതിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ശർക്കരയിൽ കരടുകളൊന്നും തന്നെ ഇല്ലാത്തതാണ്. ഇപ്പം നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു ശർക്കരയിൽ കരടുകളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഉരുക്കി ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. കൂടാതെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കോൺഫ്ലോർ ആണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോൺഫ്ലോറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലില്ലേ, ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങാപ്പാൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കൈ വിടാതെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മളിത് തീ കൂട്ടിയിട്ട് കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് കൊടുത്തിട്ട് കൈ വിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ശർക്കരയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ശർക്കര പൂർണ്ണമായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശർക്കരയ്ക്ക് അധികം കളർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ശർക്കര ചേർത്ത് കൊടുത്തിട്ടും ഒരുപാടൊരു കളർ ചേഞ്ച് വരാത്തത്. നിങ്ങളെടുക്കുന്ന നല്ല ഡാർക്ക് കളറായിട്ടുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് ഇതിരിക്കും. ശർക്കര ഇതുപോലെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെയും തേങ്ങാപ്പാലിൻ്റെ ഒരു മിക്സാണ്. വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഒരു 3/4 ടീസ്പൂണൊക്കെ ഏലക്ക പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വെച്ചിട്ട് ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ശർക്കര വെച്ച് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു പഞ്ചസാര കൊണ്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇതിലൊന്ന് കുറുകി വരുന്ന കാണാം. ഇതിന് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് എല്ലാം തന്നെ ഞാൻ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇത് കണ്ടില്ലേ, ഈ ഒരു പരിവായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടണം. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇതുപോലെ ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് അതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെയൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്ത് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്കും ഇതുപോലെ ഞാൻ ഈ ഒരു പുഡിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഇത് നല്ല പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുള്ളൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മറിച്ച് പതിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അധികം തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ അധികം തണുപ്പില്ലാതെ വേണമെങ്കിൽ ഇത് കഴിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് ഈ ഒരു രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മധുരം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.